നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലാണ് നമ്മൾ തുടങ്ങുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ മാതൃകാ ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു. കൽപ്പറ്റ ബൈപ്പാസിനടുത്ത് എൽസ്റ്റേൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടറിൽ 7 മാസത്തിനപ്പുറം ദുരന്തബാധിതർക്ക് സ്നേഹവീടുകൾ ഒരുങ്ങും. ഒരു ദുരന്തത്തിനും കേരളത്തെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നാണ് പുനരധിവാസം നൽകുന്ന മഹാസന്ദേശമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉരുളെടുത്ത ചൂരൽമലയും മുണ്ടക്കൈയും 20 കിലോമീറ്ററിനിപ്പുറം കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പുനർജനിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട ദുരന്തബാധിതർക്ക് കേരളത്തിന്റെ കരുതൽ. പുനരധിവാസം ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങൾ ഒപ്പം നിൽക്കുമെങ്കിൽ ഒന്നും അസാധ്യമല്ല. ഒരു വെല്ലുവിളിയും മറികടക്കാനാവാത്തതല്ല. ഒരു ദുരന്തത്തിനും കേരളത്തെ തോൽപ്പിക്കാനാവില്ല. എല്ലാ വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മനസ്സുകളുടെ ഒരുമയും ഐക്യദാർഢ്യവും മനുഷ്യത്വബോധവും കൊണ്ട് നാം എന്തിനേയും അതിജീവിക്കും. അതാണ് ഈ പുനരധിവാസം നൽകുന്ന സന്ദേശം, മഹാസന്ദേശം. പുനരധിവാസത്തിന് 20 കോടി രൂപ നൽകുമെന്ന കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കത്ത് മുഖ്യമന്ത്രി ചടങ്ങിൽ വായിച്ചു. രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്ത 100 വീടുകൾ ടൗൺഷിപ്പിൽ തന്നെയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ബഹുമാന്യനായ ഇന്ത്യയിലെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും നിങ്ങളുടെ മുൻ MP കൂടിയുമായ ശ്രീ രാഹുൽ ഗാന്ധി 100 വീടുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വീടുകൾ കൂടി ഇതിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ പരാമർശിക്കുന്നു. വിട്ടുപോയവരെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രിയങ്ക ഗാന്ധി. I am sure that some of the issues regarding some beneficiaries who might have been left out will also be looked at. 7 മാസത്തിനുള്ളിൽ ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. 64 ഹെക്ടറിലാണ് ടൗൺഷിപ്പ് ഒരുങ്ങുക. 1000 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മാണം. 8 മാസത്തിനു മുൻപാണ് രാജ്യത്തെ നടുക്കിയ മഹാദുരന്തം. 298 പേർക്കാണ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. സാഹോദര്യത്തിന്റെ നേർസാക്ഷ്യവുമായി മറ്റൊരു അതിജീവന ഗാഥ. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ മാതൃകാ ടൗൺഷിപ്പ് ഇനി കേരളത്തിന്റെ കരുതലിന്റെ പ്രതീകം. ടീം 24 വയനാട്. ടൗൺഷിപ്പ് തറക്കല്ലിടൽ ചടങ്ങിൽ കേന്ദ്ര സർക്കാരിന് രൂക്ഷ വിമർശനം. കേന്ദ്രത്തിൽ നിന്ന് വലിയ സഹായം പ്രതീക്ഷിച്ചെങ്കിലും ഉണ്ടായില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര സഹായം ഉണ്ടാകാത്തത് പ്രതിഷേധാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. പുനരധിവാസ സഹായത്തിൽ വയനാട് MP പ്രിയങ്ക ഗാന്ധിയും കേന്ദ്രത്തെ വിമർശിച്ചു. അസാധാരണ ദേശീയ ദുരന്തമെന്ന നിലക്ക് പരിഗണിക്കാൻ ആവശ്യപ്പെട്ടു. അതിനോടും മുഖം തിരിക്കുന്ന നിലയുണ്ടായി. 529 കോടി രൂപയുടെ വായ്പ അത് തിരിച്ചടക്കേണ്ട വായ്പയാണ്. പ്രധാനമന്ത്രി കൂടി ഈ സ്ഥലം സന്ദർശിച്ചു പോയപ്പോൾ നമ്മൾ കരുതിയത് ഇത് വലിയ ദുരന്തമായി, തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തപ്പോൾ നമ്മൾ കരുതിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായം ഉണ്ടാകും എന്നാണ്. ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു സഹായം ഉണ്ടായില്ല എന്ന കാര്യം സങ്കടകരമാണ്, പ്രതിഷേധാർഹമാണ് എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. Unitedly to press upon the central government to release more funds, to declare it a national tragedy, a disaster. However, none of this has been forthcoming. Despite all our efforts, assistance from the central government side, and despite Modi ji coming here, that assistance has been negligible. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, അതിജീവിതരെ സംബന്ധിച്ച് വലിയൊരു ചുവടുവയ്പ്പാണ്, പ്രതീക്ഷാനിർഭരമായ ചുവടുവയ്പ്പാണ് ഇന്നുണ്ടായിരിക്കുന്നത്. കേന്ദ്രത്തിന് രൂക്ഷ വിമർശനം. ഇന്നിപ്പോൾ വേദിയിൽ പ്രതിപക്ഷവും ഭരണപക്ഷത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ തരത്തിൽ കൂടി ഒരുമയുടെ ഒരു വേദി. സുർജിത്ത്. തീർച്ചയായും ചൂരൽമല മുണ്ടക്കൈ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയുടെ ആശ്വാസത്തിന്റെ നിമിഷമായിരുന്നു ഈ തറക്കല്ലിടൽ പരിപാടി. അത് മുഖ്യമന്ത്രി അത് നിർവഹിച്ചു. അതിനുശേഷം നടത്തിയ പ്രസംഗത്തിൽ ഉടനീളം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന നടപടി ഉണ്ടായിരുന്നു ഘട്ടങ്ങളിലും എന്നുള്ളതാണ്. അതിൽ കേന്ദ്ര വലിയ ജീവകാരുണ്യ ദൗത്യമാണ് ഇപ്പോൾ ഫലവത്താവുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ കേന്ദ്രം ഒരു സഹായവും നൽകാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ്. പുനരധിവാസ പാക്കേജ്, അതിന്റെ ടൗൺഷിപ്പിന് ഉള്ള തറക്കല്ലിടലാണ് ഇന്നിപ്പോൾ നടന്നത്. മുണ്ടക്കായി ചൂരൽമല ദുരന്തബാധിതരെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു ദിനം. ഡിസംബറോടെ ഈ പണി പൂർത്തിയാക്കാൻ കഴിയും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് അധികൃതർ ഉള്ളത്.
ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി ഉപയോഗിച്ച 10 പേർക്ക് HIV ബാധ. ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെച്ചവർക്കാണ് രോഗബാധയുണ്ടായത്. ഇതിൽ 3 പേർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ആരോഗ്യവകുപ്പും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും നടത്തിയ പരിശോധനയിലാണ് HIV സ്ഥിരീകരിച്ചത്. രാസലഹരി ഉപയോഗിക്കുന്നവരിൽ HIV ബാധ എന്ന കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ്. വളാഞ്ചേരിയിൽ ആദ്യം HIV സ്ഥിരീകരിച്ചത് മലയാളിക്കാണ്. ഇതോടെ ഇയാളുടെ സംഘാംഗങ്ങളെ കൂടി പരിശോധിച്ചു. ഇങ്ങനെ 2 മാസത്തിനിടയിൽ നടന്ന പരിശോധനയിലാണ് 10 പേർക്ക് HIV ബാധ സ്ഥിരീകരിച്ചത്. ഒരേ സിറിഞ്ചോ അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിക്കുന്ന സിറിഞ്ചിലൂടെയോ ആണ് രോഗം പകരുന്നത് എന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഉണ്ടാകാം. ഇപ്പോൾ വളാഞ്ചേരിയിലെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമ്മൾ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവായുള്ള ഒരു HIV പേഷ്യൻ്റ് പോസിറ്റീവായിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച നീഡിലും മറ്റുള്ളിലും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം. 10 പേരും പ്രത്യേകം നിരീക്ഷണത്തിലാണ്. ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലും സിറിഞ്ച് പങ്കിടുന്നതിലൂടെ രോഗം ബാധിച്ചോ എന്നത് അന്വേഷിക്കണമെന്ന് DMO. എനിക്കിപ്പോൾ ഇവർ ആരൊക്കെയാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഈ 10 പേരെ ഇത് കിട്ടി, കാരണം അത് അത്രയും സീക്രട്ട് ആയിട്ടുള്ള വെക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. നമ്മളിതിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ കെസാക്കിൻ്റെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിലേക്ക് നമ്മൾ ഷെയർ ചെയ്യും. അല്ലാതെ വേറെ ഒരിടത്തേക്കും നമ്മളുടെ ഇതിൽ നിന്ന് പോകില്ല. ഇപ്പോൾ എനിക്കും അറിയില്ല, അവരുടെ ആരും പേരും കാര്യങ്ങളും ഒന്നും അറിയില്ല. രോഗം ബാധിച്ചവർ ഒരേ സൂചി ഉപയോഗിച്ചതിനൊപ്പം ഉപയോഗിച്ച സൂചിയിൽ വിതരണക്കാർ വീണ്ടും ലഹരി നിറച്ച് ഉപയോഗിക്കാൻ നൽകുന്നതും രോഗം ബാധിക്കാൻ കാരണമായിട്ടുണ്ട്. DMOയുടെ നേതൃത്വത്തിൽ പ്രത്യേകം യോഗം ചേരും. ഇവർക്ക് എവിടെ നിന്നാണ് ലഹരി ലഭിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണം. 24 മലപ്പുറം. സംസ്ഥാനത്ത് ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ 2 പേർക്ക് പരുക്ക്. മദ്യപാനം ചോദ്യം ചെയ്തതിന് തിരുവനന്തപുരം കുമാരപുരത്ത് DYFI നേതാവിന് കുത്തേറ്റു. മലപ്പുറം പൊന്നാനിയിൽ പെട്ടിക്കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ ശേഷം പണം നൽകാത്തത് ചോദ്യം ചെയ്തതിന് മധ്യവയസ്കനെ ലഹരി സംഘം ആക്രമിച്ചു. കാസർകോട്ട് 2 ഇടങ്ങളിലായി എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി 2 പേർ പിടിയിലായി. കഴിഞ്ഞ ദിവസം കടയിലെത്തിയ യുവാക്കളുടെ സംഘം സാധനങ്ങൾ വാങ്ങിയ ശേഷം പണം ആവശ്യപ്പെട്ടപ്പോൾ കടയുടമയായ മധ്യവയസ്കനെ കത്തി ചൂണ്ടി ആക്രമിക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 3 പേരാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പൊന്നാനി പോലീസിന്റെ പിടിയിലായത്. നവനീത്, അൻസാർ എന്നിവരാണ് അറസ്റ്റിൽ. നവനീത് മറ്റ് നിരവധി കേസുകളിലും പ്രതിയാണ്. കൂട്ടുപ്രതിയായ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. തിരുവനന്തപുരത്ത് മദ്യപാനം ചോദ്യം ചെയ്തതിനാണ് DYFI നേതാവിനെ കുത്തിയത്. കുമാരപുരം യൂണിറ്റിലെ പ്രവീണിനാണ് കുത്തേറ്റത്. ഇന്നലെ രാത്രി നടന്ന സംഭവത്തിൽ പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തു. മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 24 തിരുവനന്തപുരം തിരൂർ. ലഹരി മരുന്ന് വാങ്ങാൻ പണം നൽകാത്തതിന് മലപ്പുറം താനൂരിൽ മാതാപിതാക്കളെ യുവാവ് ആക്രമിച്ചു. താനൂർ പോലീസ് ഇടപെട്ട് യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. ലഹരി തന്റെ ജീവിതം നശിപ്പിച്ചുവെന്ന് യുവാവ് പറഞ്ഞു. ലഹരിക്കടിമയായ യുവാവാണ് പരാക്രമം കാണിച്ചത്. ലഹരി മരുന്ന് വാങ്ങാനായി പിതാവിനോട് പണം ആവശ്യപ്പെട്ടു. എന്നാൽ പിതാവ് പണം നൽകിയില്ല. അക്രമാസക്തനായ യുവാവ് മൺവെട്ടിക്കൊണ്ട് പിതാവിനെ ആക്രമിച്ചു. പിന്നാലെ മാതാവിനെയും ആക്രമിച്ചു. താനൂർ പോലീസ് എത്തി യുവാവിനെ കൈക്കാലുകൾ ബന്ധിച്ചാണ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയത്. ഗവൺമെന്റിൽ മാത്രമേ ഫ്രീ ആയിട്ടും മറ്റ് സൗകര്യങ്ങളുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ അത്യാവശ്യം നല്ല പേയ്മെന്റ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ പോലീസിനെ വിളിക്കുന്നവരൊക്കെ തന്നെ അധികം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ്. അല്ലാത്തവരൊക്കെ വ്യക്തിപരമായി പല ഡി അഡിക്ഷൻ സെന്ററുകളും പോകുന്നുണ്ട്. ലഹരി തന്റെ ജീവിതം നശിപ്പിച്ചുവെന്നും ആരും ലഹരി ഉപയോഗിക്കരുത് എന്നും യുവാവ്. പുതിയ തലമുറയോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. കഞ്ചാവും മെത്തും ഉപയോഗിക്കണതിന് രീതിയുണ്ട്. അല്ലാതെ വെറുതെ നിങ്ങൾ ചോറ് എന്നാണ് മെത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനുഷ്യ നിന്റെയൊക്കെ കുടുംബത്തിലും വീട്ടിലൊക്കെ കാണുന്ന അവസ്ഥ ഉണ്ടല്ലോ, അത് ഇനിയും വ്യാപിച്ചു വരുന്നു. ലഹരിയിൽ നിന്ന് മോചനം നേടാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ കഴിയുന്നില്ലെന്നും യുവാവ് പറയുന്നു. 24 തിരൂർ. പത്തനംതിട്ടയിൽ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് മദ്യവുമായി എത്തിയ 4 വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകാൻ പോലീസ്. കോഴഞ്ചേരി നഗരത്തിലെ സ്കൂളിലാണ് ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് ആഘോഷിക്കാൻ മദ്യം കൊണ്ടുവന്നത്. ഒരാളുടെ ബാഗിൽ നിന്ന് അമ്മൂമ്മയുടെ മോതിരം മോഷ്ടിച്ച് വിറ്റ 10,000 രൂപയും കണ്ടെത്തി. വിദ്യാർത്ഥികൾക്ക് ആര് മദ്യം വാങ്ങി നൽകി എന്നതിലടക്കം വിശദമായ അന്വേഷണം പോലീസ് നടത്തും. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുന്നു. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, celebrating partners, Joya Lucas, Jain deemed to be University Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions,
Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. SKN40 കേരള യാത്ര ഇടുക്കി ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ നിന്നാണ് ജില്ലയിലെ പര്യടനം തുടങ്ങിയത്. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ യാത്രയുടെ ഭാഗമായി. എറണാകുളം ജില്ലയിലെ പര്യടനത്തിന് നാളെ തുടക്കമാകും. തൊടുപുഴ നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ യാത്രയെത്തി. ന്യൂമാൻ കോളേജിൽ യാത്രയ്ക്കൊപ്പം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നു. മാധ്യമരംഗത്ത് 4 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കിയ അങ്ങേക്ക് ഒരുപാട് ന്യൂമൻ കോളേജിന്റെ പേരിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ന്യൂമൻ കമ്മ്യൂണിറ്റി ഈ ചെറിയ ഉപഹാരം സമർപ്പിക്കുകയാണ്. ആന്റി ഡ്രഗ് അവയർനെസ് ക്യാമ്പ്സും ഒക്കെ നടത്താറുണ്ട് NSSന്റെ വക. അപ്പൊ അതിലൊക്കെ കൂടി നമുക്ക് നല്ലൊരു ഉത്ബോധം കിട്ടാറുണ്ട്. അക്രമങ്ങളും അതുപോലെ തന്നെ ഡ്രഗ്സ് റിലേറ്റ് ചെയ്ത എല്ലാ കേസസും നമുക്ക് കുറയ്ക്കാൻ പറ്റും കേരളത്തിൽ തന്നെ. ആംബുലൻസ് തൊഴിലാളികളുടെ സംഘടന യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി എത്തി. നമ്മുടെ ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളും ഈ ലഹരി വിരുദ്ധ പരിപാടിയിൽ MDMA ഒക്കെ നമ്മുടെ പിള്ളേരെ അടിച്ച് നാശമായിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങളോട് ഇറങ്ങി എന്നുള്ളത് വളരെ സന്തോഷം. അല്ല, ഇവിടെ എന്ത് പരിപാടിക്കാണേലും ഞങ്ങള് വിളിച്ചില്ലെങ്കിലും ചെല്ലും. അതാ കളി. അത് ഞങ്ങളുടെ ഒരു സന്തോഷമാണ്. തൊടുപുഴ അൽ അസർ കോളേജിലും മൂലമറ്റം സെന്റ് ജോസഫ്സ് കോളേജിലും വിദ്യാർത്ഥികൾ യാത്രയ്ക്കൊപ്പം അണിനിരന്നു. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി യാത്ര പൂർത്തിയായി. നാളെ മൂവാറ്റുപുഴ വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിൽ നിന്ന് 3 ദിവസം നീണ്ടു നിൽക്കുന്ന എറണാകുളം ജില്ലാ പര്യടനത്തിന് തുടക്കമാകും. 24 ഇടുക്കി. സമൂഹത്തിലെ ലഹരിക്കെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ജനകീയ യാത്രയെ പ്രശംസിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 24-ന്റേത് മാതൃകാപരമായ പ്രവർത്തനമാണ്. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയാൻ പ്രത്യേക പദ്ധതി നടത്തിവരികയാണെന്നും കൂട്ടായി നിന്ന് വിപത്തിനെ നേരിടാമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇപ്പോൾ തന്നെ ചില പത്രമാധ്യമങ്ങൾ നല്ല ചർച്ച കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ലേഖന പരമ്പര, അതുപോലെ ടെലിവിഷൻ ചാനലുകൾ, ഫ്ലവേഴ്സ് ചാനലും അതുപോലെ 24-ഉം ചില പ്രോഗ്രാംസ് തയ്യാറാക്കി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നുകൊണ്ട് ഇതിനൊരു ഐക്യദാർഢ്യം ഇതിലെ ഉള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടത്തണം. ഇതൊരു നിയമം കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടാൻ കഴിയുന്നതല്ല. അത് എല്ലാവരും ചേർന്നുകൊണ്ട് പരിഹാരം കാണേണ്ടതാണ്. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്രയുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് കാണാം. 24-ന്റെ SKN40 എന്ന കവറുള്ള യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജുകളിലും ലഭ്യമാണ്. സിനിമാ ലോകത്ത് ആവേശത്തിരയിളക്കി ബിഗ് ബജറ്റ് ചിത്രം എമ്പുരാന്റെ മാസ് എൻട്രി. വമ്പൻ ആഘോഷത്തോടെയാണ് ചിത്രത്തെ സിനിമാ പ്രേമികൾ വരവേറ്റത്. കേരളത്തിൽ മാത്രം 750 സ്ക്രീനുകളിലാണ് എമ്പുരാന്റെ പ്രദർശനം. പേര് മോഹൻലാൽ, ലാലേട്ടൻ മാത്രം മതി. മമ്മൂട്ടി വിശ്വാസമുണ്ട്. എമ്പുരാന്റെ ആദ്യ ഷോയ്ക്ക് മുമ്പും ശേഷവും തിയേറ്റർ പരിസരത്തെ ഫീലിങ്ങിനെ 6 മണിയുടെ ആദ്യ ഷോ കാണാൻ അർദ്ധരാത്രിയോടെ ആരാധകർ തിയേറ്ററുകളിലെത്തി. ത്രില്ലടിപ്പിക്കുന്ന മാസ് സീനുകളിൽ തിയേറ്ററുകൾ ഇളകി. സ്ക്രീനിൽ നിറഞ്ഞ് മോഹൻലാലും മഞ്ജു വാര്യരും പൃഥ്വിരാജും ടോവിനോയും. പടം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ജംഗിൾ പൊളിയാന്ന്. ജംഗിൾ പൊളി. അത് ഇത് കാണാൻ വേണ്ടിയിട്ടാണല്ലോ രാവിലെ 6 മണിക്ക് തന്നെ വന്നത്. അതായത് കഴിഞ്ഞ ലൂസിഫറിനും അതുപോലെ തന്നെ ആയിരുന്നു, ഇതും അതുപോലെ തന്നെ അത്രയും ആവേശത്തിലാണ്. തീർച്ചയായിട്ടും വെയിറ്റിംഗ് ആണ്, അതിനും വെയിറ്റിംഗ് ആണ്. 6 മണിക്കായിരുന്നു എമ്പുരാന്റെ ആദ്യ ഷോ. കേരളത്തിൽ 750 സ്ക്രീനുകളിൽ പ്രദർശനം. അഡ്വാൻസ് ബുക്കിംഗിലൂടെ ആദ്യ ദിനം വൻ കളക്ഷൻ നേടിയാണ് റിലീസ്. ആശീർവാദ് സിനിമാസും ശ്രീഗോകുലം മൂവീസുമാണ് സിനിമയുടെ നിർമ്മാതാക്കൾ. വളരെ സന്തോഷമേ ഉള്ളൂ. കാരണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ, ഏറ്റവും നല്ല ഒരു ഡയറക്ടർ, ഏറ്റവും നല്ല നടന്മാർ അഭിനയിച്ച ഒരു സിനിമ, അത് ജനങ്ങൾക്ക് ദർശനം കൊടുക്കുമ്പോൾ ചെയ്യുമ്പോൾ നമുക്കത് വളരെ സന്തോഷമുണ്ട്. നമ്മളുടെ ഒരു 4 വർഷത്തെ ഞങ്ങളുടെ പ്രയത്നമാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും നന്ദി.
ഇന്ത്യയിലും വിദേശത്തുമായി 4000-ഓളം തിയേറ്ററുകളിലാണ് എമ്പുരാൻ റിലീസ് ചെയ്തത്. GCCയിൽ 274 തിയേറ്ററുകളിലും യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലായി 1545 തിയേറ്ററുകളിലും ചിത്രം പ്രദർശനത്തിനെത്തി. മലയാള സിനിമയിലെ പല കളക്ഷൻ റെക്കോർഡുകളും ഇതിനോടകം എമ്പുരാൻ തകർത്തു കഴിഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താസന്ധ്യ അവസാനിക്കുന്ന